അതൊക്കെ ഒരു കാലം. ചൂരപ്രയോഗം നിർത്തിയതോടെ മക്കൾ മാഷന്മാരെ തലേ കയറാൻ തുടങ്ങി. വാളില്ലാത്ത വെളിച്ചപ്പാടിനെ വടിയില്ലാത്ത മാഷെ ഓരോരുത്തരും പേടിക്കില്ല. വടി പോയ മാഷ് മക്കളൊന്നും മടി വാങ്ങി തുടങ്ങി. പരിഹസിച്ചതല്ല മാഷെ, രക്ഷിതാക്കളെ മക്കളെ കാര്യവരി വിട്ടിരിക്കുക. അത് കണ്ടറിഞ്ഞ് മക്കളോട് പെരുമാറില്ല വലിയ പരിക്കില്ലാത്ത വേഷം. എന്റെ നെറ്റി കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ മാഷ് പറയുന്നത്? കൊടുക്കില്ല. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റുഡന്റും ഗംഗാ മാഷെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചിട്ടില്ല. നീ എന്താ പേടിപ്പിക്ക? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കൊച്ചിന്റെ പേരൻസിനെ വിവരറിയിച്ചിട്ട് ഇന്ന് തന്നെ ടീച്ചർ കൊടുത്ത് ഇവിടെ പറഞ്ഞു വിടണം. പേടിന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് ഇല്ല. ജോളി മാഷെ ചിരിക്കരുത്. ഞാൻ എന്തിനാണ് മാഷെ കരയണം? എന്റെ നെറ്റി കല്ലെറിഞ്ഞ് പൊട്ടിച്ചത് മാഷ് കണ്ടില്ലേ? മാഷ് എന്ത് ചെയ്തു? തിരിച്ചൊന്ന് തല്ലാൻ പറ്റിയോ? ധൈര്യം തല്ലി. എന്റെ മുന്നു മാഷെ, കുട്ടികളൊന്നും തിരിച്ചാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പറേക്കും രക്ഷിതാക്കളും ജാഗ്രതാ സമിതിയും ബാലാവകാശ കമ്മീഷനും മീഡിയയും കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ഒന്ന് പിച്ചിപ്പോയി. കൊച്ചുങ്ങളെ പിച്ചിച്ചിരുന്നേന്ന് പറഞ്ഞ് അന്തിച്ചർച്ചയിൽ അധ്യാപകരെ മക്കളുടെ അന്ധകളാക്കി മാറ്റി കഴിയും. മാപ്പുകളൊന്നും ശരിയല്ലേ? അല്ല, പലർക്കും അനുഭവമുള്ളതല്ലേ. പിന്നെ എന്തിനാ മാഷ ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതോ എന്താണെന്നറിയോ? അറിയാം. ഇതുകൊണ്ടറിയല്ലേ മാഷ് ചത്തു. അയ്യോ കുട്ടികളിങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയ എന്ത് ധൈര്യത്തിലെ വീട്ടുകാർ അധ്യാപകരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക? കുട്ടികളിങ്ങനെ വയലന്റ് ആവാൻ തുടങ്ങിയ എന്ത് ധൈര്യത്തിലാ വീട്ടുകാർ അധ്യാപകരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക? ഇന്ന് തന്നെ ടീച്ചർ കൊടുത്ത് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടോ? ജാനകിക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പം മാഷിനാണ്. അതിലേറെ സമർത്ഥനായ കുഴപ്പക്കാരനാണ് ജോളി മാഷ്. പിന്നെ മാഷല്ലേ മാഷൊന്നും പറയണ്ട. കുട്ടികളെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അവർക്ക് പലതും ചോദിക്കാനും പറയാനും ഉണ്ടാകും. സംശയങ്ങളാകാം, പരാതികളാകാം, പരിഭവങ്ങളാകാം. അതെന്താണെങ്കിലും അത് കേൾക്കാൻ മനസ്സുണ്ടാവുക എന്നതാണ് മുതിർന്നവർ കുട്ടികളോട് കാണിക്കേണ്ട ആദ്യത്തെ കടമ. ഇതാ കണ്ടില്ലേ, അല്പം മുമ്പ് മാഷെ അറിയാമെന്ന മോളാ. അവളിപ്പോ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൾ അവളുടെ ലോകത്താണ്.